നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കളിക്കാനുള്ളത് ഒന്നുകിൽ ബയേണിനോട് അല്ലെങ്കിൽ റയൽ മാഡ്രിഡിനോട്. വല്ലാത്തൊരവസ്ഥയിലാണ് പെപ്പിൻ്റെ സിറ്റി പെട്ടുപോയിരിക്കുന്നത്. UCLൻ്റെ നോക്കൗട്ടിലേക്ക് അവർ എത്തിപ്പെട്ടത് തന്നെ ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയേണ്ടി വരും. കാരണം പുറത്തായി 25ാം സ്ഥാനത്തുള്ള ഡൈനാമോ സഗ്രബിന് എത്ര പോയിൻ്റ് ഉണ്ടോ അത്ര പോയിൻ്റ് തന്നെയാണ് സിറ്റിക്ക്. 22ാം സ്ഥാനവും കൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ്. അപ്പോൾ കളി കഴിഞ്ഞതിന് ശേഷം പെപ്പിനോട് ചോദിക്കുന്നു, റയൽ ഓർ ബയേൺ ആരെ നേരിടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പെപ്പിൻ്റെ മറുപടി നോക്കുക. ഇതിലൊരു ടീം ഈ കോമ്പറ്റീഷനിലെ രാജാക്കന്മാരാണ്. റയൽ മാഡ്രിഡിനെ കുറിച്ചാണ് പറയുന്നത്. വൺ ഈസ് ദി കിങ് ഓഫ് ദി കോമ്പറ്റീഷൻ. മറ്റേ ടീമാണെങ്കിൽ ദി അതർ വൺ ഈസ് മേ ബി ദി സെക്കൻഡ് ഓർ തേർഡ് കിങ് ഓഫ് ദി കോമ്പറ്റീഷൻ. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ രാജാക്കന്മാരാണ്. അതായത് ഒരു ടീം നമ്പർ 1 ആണ്, ഒരു ടീം രാജാക്കന്മാരാണ്, മറ്റേ ടീം അവരുടെ തൊട്ടുപുറകിൽ വരുന്നവരാണ് എന്നാണ് പെപ്പ് പറയുന്നത്. എന്നിട്ട് പെപ്പ് വിശദീകരിക്കുന്നുണ്ട്, ഞാൻ എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പ് പറയാം, ഞങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്യും. ഞങ്ങൾ റയൽ മാഡ്രിഡിനെതിരെ ആണെങ്കിലും ബയേണിനെതിരെ ആണെങ്കിലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. എനിക്കുറപ്പുണ്ട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം മാഞ്ചസ്റ്റർ സിറ്റി പ്ലെയേഴ്സ് സംതിങ് സ്പെഷ്യലാണ്. സോ അത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും എന്ന് തന്നെ പെപ്പ് പറയുന്നു. പോരാടാൻ ഉറച്ചാണ് പെപ്പിൻ്റെ സംഘം വരിക എന്നാണ് അദ്ദേഹം ഇവിടെ നൽകുന്ന ഉറപ്പ്. അതേസമയം ആഞ്ചലോട്ടിയോട് ഈ ചോദ്യം, ആഞ്ചലോട്ടിയുടെ ടീമിന് ഒന്നുകിൽ സിറ്റി അല്ലെങ്കിൽ സെൽറ്റിക് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ആ ചോദ്യം പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻസ് ലീഗിൽ കൂടുതൽ സാധ്യതകളുള്ള ടീമാണ് സിറ്റി. സിറ്റിക്ക് കൂടുതൽ കിരീട സാധ്യതയൊക്കെയുള്ള ടീമാണ് സെൽറ്റിക്കിനേക്കാൾ. സോ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ കളിക്കുന്നത് ഞങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടുന്നില്ല. കാരണം സിറ്റിക്കെതിരെ കളിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നെനിക്കറിയാം എന്നാണ് ഇപ്പോൾ ആഞ്ചലോട്ടി പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.